ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു, ഞാൻ ഇത്തിരി തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഇമേജ് സെർച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇമേജ് സെർച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് അതിന് സിമിലർ ആയിട്ടുള്ള വേറെ ഇമേജ് സെർച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് സെർച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇമേജാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റാർ ട്രയൽ ഫോട്ടോഗ്രാഫി എന്നാണ്. അപ്പോൾ ഈ ഒരു ഇമേജാണ് നമ്മൾ ആദ്യമായിട്ട് സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നേരെ ക്രോം എടുക്കുക. അപ്പോൾ ക്രോം എടുത്തതിന് ശേഷം ജസ്റ്റ് ഇമേജ് സെർച്ച് ഇമേജ് എന്തെന്ന് വെച്ചാൽ നിങ്ങളെ യുക്തിക്കനുസരിച്ച് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇമേജ് സെർച്ച് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നേരെ ആദ്യം കാണുന്ന ഓപ്ഷനായി ഇമേജസ് ഗൂഗിളിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അത് കിട്ടാനായിട്ട് വലതുവശത്തെ ടൂൾ ബാർ എടുത്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ടിക്കാക്കി വയ്ക്കുക. അവിടെ ഒരു കോളം കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്യാമറയുടെ ഓപ്ഷൻ കാണും, അതിലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് രണ്ട് ഓപ്ഷനാണ് വരുന്നത്, URL കോപ്പി ചെയ്യാനും അപ്ലോഡ് ചെയ്യാൻ ഇമേജ്. അപ്പം നിങ്ങൾ ഇൻസ്റ്റ ഫേസ്ബുക്ക് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്യുക. ഞാനിപ്പം എൻ്റെ ഫോണിൽ നിന്നായതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇമേജാണ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ചൂസ് ഫയൽ എന്ന് ഒരു ഓപ്ഷൻ വരും. നമ്മളതിൽ നിന്ന് ഫയൽ എവിടെയാണ് കിടക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ നേരത്തെ വന്ന സ്റ്റാർ ട്രയൽ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡിങ് ഫയലെന്ന് തന്നെ കാണാം. കുറച്ച് നേരത്തേക്ക് ഒരു 2-3 സെക്കൻഡ് കഴിയാനായിട്ട് നിങ്ങളെ റിസൾട്ട് വരും. അപ്പം ആ പിക്ചറിനായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഇപ്പം അതിൻ്റെ പേര് തന്നെ അവിടെ സ്റ്റാർ ട്രയൽ പിക്ചേഴ്സ് എന്ന് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരുപാട് പടങ്ങളും കാണാം. അതിൻ്റെ ഡീറ്റെയിൽസും ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കാണും. അപ്പോൾ ഇതിൻ്റെ ഡെയിലി ലൈഫ് ഉപയോഗമെന്ന് വെച്ചാൽ നമുക്കിപ്പം ഏതെങ്കിലും സ്റ്റാറ്റസൊക്കെ കാണാൻ നേരത്ത് ഏതെങ്കിലും സിനിമയെക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ ഞാനിപ്പോൾ സ്റ്റാറ്റസിൽ കണ്ടതാണ്. ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സീരീസിലെ ഒരു സ്റ്റില്ലാണ്. അപ്പോൾ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്തേക്കണം, സ്റ്റാറ്റസിൽ കണ്ട് സ്ക്രീൻഷോട്ട് എടുത്തേക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നേരെ ഗൂഗിളിൽ പോകുക, നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ജസ്റ്റ് അപ്ലോഡ് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതിലാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതിൻ്റെ ഏത് എപ്പിസോഡാണെന്ന് വരെ നമുക്കിതിൽ കാണാം. കുറേ സ്റ്റിൽസ്, പിന്നെ സീരീസിൻ്റെ പേര്, എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം നമുക്കിങ്ങനെ സിനിമകളൊക്കെ ഏതാണെന്ന് അറിയണമെങ്കിൽ സ്റ്റാറ്റസിലേക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു പ്രധാന ഭാഗം ഒന്ന് തോന്നുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാവും. ആ ഒരു പിക്ചറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ പുതിയതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇറ്റ്സ് മീ നിഹാൽ സൈനിങ് ഓഫ്.